നമസ്കാരം. 100 പേരുടെ അഹന്തയ്ക്ക് 5 പേരെ കൊണ്ട് മറുപടി പറയിച്ചവനാണ് പാർത്ഥസാരഥിയായ കൃഷ്ണൻ. ഇവിടെ 5 പേരുടെ അഹന്ത സർക്കാരിനെ വെച്ച് മുതലെടുത്തപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരാളുടെ കഥയാണിത്. മറുനാടൻ മലയാളി എഡിറ്ററും മാധ്യമപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമുള്ള ഷാജൻ സ്കറിയായെ വേട്ടയാടാൻ പിണറായി സർക്കാർ മുമ്പിൽ നിർത്തിയ 5 പേരുടെ ജീവിതം ഇപ്പോൾ പാറ്റ തിന്ന അവസ്ഥയിലായി. എന്തൊരു പ്രതാപമായിരുന്നു ആ 5 അംഗ നാറികൾക്ക്. അവന്മാർ ഒന്നിച്ചിരുന്നും വീരവാദം പറഞ്ഞും കടന്നലുകളെ ചില്ലറയല്ല പ്രോത്സാഹിപ്പിച്ചത്. ആകാശത്ത് കൂടുകൂട്ടിയാലും കഴുകനെപ്പോലെ ഉയർന്നു പറന്നാലും നിന്നെ ഞാൻ താഴെയിറക്കുമെന്ന് പറഞ്ഞ അമ്പൂക്ക എന്ന അൻപറിക്ക 5 അംഗ സംഘത്തെ നയിച്ചു. പിന്നെ ഒരുത്തൻ കുന്നത്ത് നാട്ടിലെ MLA, അതേ ഇൻഷലുള്ള മറ്റൊരുത്തൻ. ഒരു പാർട്ടിയെയും സകല മനുഷ്യരെയും പറ്റിച്ച് UK വിഹരിച്ച പിണറായി വിജയം അവതാരകഥയിലെ ലാസ്റ്റ് എപ്പിസോഡിലെ നായകനാണ് മറ്റൊരു വേട്ടക്കാരൻ. പിന്നൊരുത്തൻ താനിരുന്ന ജുഡീഷ്യറിയുടെ മഹത്വം എന്തെന്നറിയാതെ സ്വയം രാജിവെച്ച് കടന്നൽ കൂട്ടത്തിൽ ചേർന്ന മുൻ ജഡ്ജി സുദീപ്. 5-മൻ ഒരാളല്ല, പലരായിരുന്നു. അതിൽ നിലമ്പൂരിൽ വേരുതെളിഞ്ഞ് പൂതലിച്ച പൂമരനും ഭൂതകാല കുളിരുള്ള ഒരു ടീച്ചറമ്മയും പൂരം കലക്കിയ ട്രാക്ടർ സ്വാമിയും മിന്നുന്ന തലയുള്ള പിണറായി വിജയൻ്റെ ഇടംകൈയും ഒക്കെ ഉണ്ടായിരുന്നു. സകല നാറികളും ഒരുമിച്ച് ഷാജൻ സ്കറിയായെ അകത്താക്കാൻ ചില്ലറ കരുക്കളല്ല നീക്കിയത്. ഒടുവിൽ എന്തായി? ആ ദുഷ്ടക്കൂട്ടം ഇടിവെട്ടി കരിഞ്ഞുപോയി. കാലം കണക്ക് ചോദിക്കാതെ ഒറ്റ ഒരുത്തനെയും ഒരാഴ്ച പോലും വെറുതെ വിടില്ല എന്നായിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ തെമ്മാടിത്തരത്തെ, മനുഷ്യവിരുദ്ധതയെ, അഴിമതിയെ, ധൂർത്തിനെ, പൊങ്ങച്ചത്തെ, നെറികേടുകളെ ചോദ്യം ചെയ്തു എന്നതായിരുന്നു മറുനാടൻ ചെയ്ത കുറ്റം. അതിന് അദ്ദേഹത്തിന് പകരം കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അലമുറയിടുന്ന സകല നാറികളും ആ മാധ്യമവേട്ടയെ കൈകൊട്ടി നോക്കിയിരുന്ന് സുഖിച്ചു. ചെമ്പോലക്കാരൻ്റെ ചാനലും മൗദൂദികളും മരമുറിക്കാരൻ്റെ ചാനലും കൈരളിയും മറുനാടൻ വേട്ടയ്ക്കിറങ്ങി. അയാൾ അകത്തു പോകുന്നതും ഉണ്ട തിന്നുന്നതും സ്വപ്നം കണ്ടു. അമ്പൂരിക്ക എന്ന അധമനായി വ്യവസായി നേതൃത്വം കൊടുത്ത സൈബർ സേന എന്തൊക്കെ കഥകൾ മെനഞ്ഞു. പിണറായി സർക്കാരിൻ്റെ സകല കടന്നൽ സേനയുടെയും തലവനായി മാറി അയാൾ. ഒരു മരക്കുറ്റിയിൽ നിന്നും അയാൾ തുടങ്ങിവെച്ച വിപ്ലവം എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടു. അയാളുടെ പാർക്കിലെ ഇരുമ്പുവടം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് പോലീസിനെ പഴിച്ചുകൊണ്ട് അമ്പൂക്ക തുടങ്ങിവെച്ച വിപ്ലവം മറുനാടൻ വേട്ടയിലെത്തിയതിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിവുള്ളതാണ്. കടന്നൽ സംഘത്തെ നയിച്ച നിലമ്പൂർ ഹിക്കായുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് നോക്കൂ. പിണറായിയുടെ ഇടംകൈയായിരുന്നു. അഴിമതിക്കെതിരെ പോരാടുന്ന നിലമ്പൂർ കടുവ, കടന്നൽ രാജാവ്. ഒടുവിൽ കണ്ണീർ പൊഴിച്ച് മുഖ്യൻ്റെ ഓഫീസിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ടു. അപ്പോഴും പിണറായി അയാൾക്ക് അപ്പനായിരുന്നു. ഗോവിന്ദൻ ചിറ്റപ്പനായിരുന്നു. P. ശശി എന്ന കള്ളൻ അജിത് കുമാർ എന്ന ADGPയുമായി ചേർന്ന് പിണറായിയെ വകവരുത്തുമെന്നായി പരാതി. മുഖ്യൻ്റെ ഓഫീസിൽ കൊള്ളസങ്കേതം പ്രവർത്തിക്കുന്നുവെന്നായി. ഗോവിന്ദൻ തന്നെ രക്ഷിക്കുമെന്ന് കരുതി പാർട്ടിക്ക് പരാതി കൊടുത്തു. ഗോവിന്ദനും പറഞ്ഞു ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞോളൂ എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ഇയാൾ അരമണിക്കൂർ ഇടപെട്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളാണ്. മതവും ജാതിയും അഴിമതിയും അവിശുദ്ധ ബന്ധങ്ങളുമെല്ലാം കഥകളിൽ നിറഞ്ഞു. സൈബർ കടന്നലുകളെല്ലാം പിന്നാലെ പറ്റിക്കൂടി. ഷാജൻ സ്കറിയായെ അകത്താക്കാൻ താൻ ചെയ്ത പണികളൊക്കെ വൃഥാവിലായതിൻ്റെ സങ്കടമായിരുന്നു അമ്പൂക്കയ്ക്ക്. P. ശശിയും അമ്പൂക്കയും തന്നെ ഒറ്റിയെന്നായി. അവർ പൂരം കലക്കി എന്നായി. ഒരാഴ്ചയ്ക്ക് ശേഷം വൈലാക്കുന്നിലപ്പനായ വിജയൻ വാ തുറന്നു. ഷാജൻ സ്കറിയ വിഷയത്തിലാണ് അൻവർ പിണങ്ങിയത് എന്നായി പിണറായി. പിണറായി മുഖ്യൻ തള്ളിപ്പറഞ്ഞതോടെ അമ്പു എന്ന കടന്നലിൻ്റെ ഒപ്പം പറ്റിക്കൂടിയ സൈബറുകൾ തിരിച്ചു പറന്ന് സ്വന്തം കൂട്ടിൽ അഭയം തേടി. പിന്നെ അമ്പൂക്ക നടത്തിയ ഒറ്റയാൻ വിപ്ലവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒടുവിൽ ഇയാളുടെ ആൾസംഘം പല ദിക്കിലേക്കും പിരിഞ്ഞുപോയി. UDFൽ കയറിക്കൂടാനുള്ള അടവുകൾ പൊളിഞ്ഞടുങ്ങി. നിലമ്പൂർ ഫലത്തോടെ ഇയാളുടെ ഭാവി തുലാസിലായി. അങ്ങനെ ജഗതല പ്രതാപിയായ ഒരു മറുനാടൻ വേട്ടക്കാരൻ തുലഞ്ഞു. രണ്ടാമത്തെ വേട്ടക്കാരൻ രാജേഷ് കൃഷ്ണ എന്ന അവതാരമായിരുന്നു. കള്ളക്കമ്മട്ടത്തിലെ കാശുകൊണ്ട് പാർട്ടിയെ വിലക്കെടുക്കാനിറങ്ങിയ ഈ അവതാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണ്. പിണറായിയുടെ 2ാം ഭരണം തീരുന്നവരെ ഇയാൾക്കിനി തല പൊക്കാൻ പറ്റില്ല. സകല ഉഡായിപ്പും പുറത്തു വന്നു. അമ്പൂക്കയുടെ വലങ്കയ്യായി നിന്ന് ഷാജൻ വേട്ടയ്ക്കിറങ്ങിയ രാജേഷ് കൃഷ്ണയെ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും തിരിച്ചയച്ചു. ഗോവിന്ദപുത്രനെ കയ്യിൽ വെച്ച് പാർട്ടിയെ കക്ഷത്തിലാക്കാനിറങ്ങിയ ഈ അവതാരം ഇനി തല പൊക്കില്ല. ഇയാളുടെ ആതിഥ്യം സ്വീകരിച്ചവരും ബിസിനസ് പങ്കാളികളും പെട്ടിരിക്കുകയാണ്.
ഞാൻ മറുനാടനെ എയർപോർട്ടിലിട്ട് തല്ലി എന്ന് പറഞ്ഞ് നായക പരിവേഷം അണിഞ്ഞവൻ ഇപ്പോഴിതാ നാറി നാണം കെട്ട് മാനനഷ്ട കേസുമായി നടക്കുന്നു. കുന്നത്തുനാട് MLA ലക്ഷപ്രഭു ആയിരുന്ന കാലത്ത് കോൺഗ്രസ് ആയിരുന്നു. അയാൾ കോടീശ്വരനായതോടെ കമ്മ്യൂണിസ്റ്റായി. തന്നെ ജാതീയമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മറുനാടൻ ഷാജിനെതിരെ കേസിന് പോയ MLAയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. നാട്ടുകാരുടെ തെറി കേൾക്കാത്ത ഒരൊറ്റ ദിവസമില്ല. 2020 എന്ന സംഘടന ഇയാൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. SC/ST ആക്ട് കോടീശ്വരന്മാർക്ക് എതിരാളികളെ ഇല്ലാതാക്കാനുള്ള വകുപ്പല്ല എന്നായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. എല്ലാ അടവും പാളിയപ്പോൾ ഷാജിനെ അകത്താക്കാൻ ജാതി കാർഡ് ഇറക്കിയ ഈ MLAയുടെ അടവും പാളിപ്പോയി. അങ്ങനെ മറുനാടൻ വേട്ടയ്ക്കിറങ്ങിയ മൂന്നാമനും മൂക്കുകുത്തി. നാലാമനൊരു മുൻജഡ്ജിയായിരുന്നു. സബ് ജഡ്ജിയായിരുന്ന ഇയാൾ ജോലി രാജിവെച്ച് കടന്നൽക്കൂട്ടിൽ പൊറുക്കാൻ തുടങ്ങിയെങ്കിലും മുൻ ജഡ്ജിയുടെ ഭാവി ശോഭനമായില്ല. ഇയാൾ പിണറായി ഭക്തി മൂത്ത് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെ തെറി പറഞ്ഞിട്ട് FB പോസ്റ്റ് ഇട്ടു. അത് നീക്കാൻ ഹൈക്കോടതിക്ക് ഉത്തരവ് നൽകേണ്ടി വന്നു. ഇവന്മാർ നാലും കൂടി മറുനാടനെ പൂട്ടാനിറങ്ങി. ഒടുവിൽ നാലും നശിച്ച് നാറാണക്കല്ല് വെച്ചു. ഇപ്പോൾ ഇവന്മാർക്ക് പരസ്പരമൊന്ന് മിണ്ടണമെങ്കിൽ നല്ല നേരം നോക്കണം. മറുനാടൻ വേട്ടയ്ക്കായി 2000 പോലീസുകാരെ സപ്ലൈ ചെയ്ത ADGPയുടെ ഇന്നത്തെ അവസ്ഥ വളരെ കേമമാണ്. ഇത്രയേറെ നാണം കെട്ട് തൊപ്പിവെച്ച ഒരുത്തൻ കേരള പോലീസിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു വേട്ടക്കാരൻ P ശശിയായിരുന്നു. ഇയാളുടെ പേര് എന്ത് അധമ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ചേർത്ത് പറയാത്ത ഒരൊറ്റ ദിവസമില്ല. മറുനാടൻ അകത്തു പോകുന്നത് കാത്തിരുന്ന ഭൂതകാല കുളിരുള്ള ദീപ ടീച്ചറെ സാഹിത്യ അക്കാദമി നടത്തുന്ന സാഹിത്യോത്സവത്തിൻ്റെ 7 അയലത്ത് കയറ്റിയില്ല. പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, അധികാരത്തിൻ്റെ തണലിൽ മാധ്യമവേട്ടയ്ക്കിറങ്ങിയ 4-5 പേരുടെ അവസ്ഥയാണ്. മറുനാടനെ പൂട്ടുന്നത് നോക്കിയിരുന്ന നായരുടെ 24-ഉം മരമുറി കള്ളന്മാരുടെ ട്രീ പോർട്ടറും മൗദൂദികളുടെ മീഡിയ വണ്ണും പിന്നെ എന്തെല്ലാം ആരോപണങ്ങളിൽപ്പെട്ടു. ചെമ്പോലയുണ്ടാക്കിയവനും മരം മുറിച്ചവനും തീവ്രവാദം നടത്തിയവനുമെല്ലാം ചാനൽ മുതലാളിമാരായി. പക്ഷേ കാലം അതിൻ്റെ കണക്കെടുപ്പിൽ ചില ശിഷ്ടങ്ങൾ കൂട്ടാതെ മാറ്റിവെക്കും, ഒന്നിച്ച് ഒരു പണി കൊടുക്കാൻ.